ഹായ് ഫ്രണ്ട്സ്, കൊച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു കാശ്മീരി ചിക്കൻ ഇന്നുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇതുപോലെ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അരിഞ്ഞ് മാറ്റി വെക്കുകയും ചെയ്യാം. ഞാനിതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രാമ്പൂ, കറുവാപ്പട്ട, അങ്ങനെ ഏലക്ക ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴണ്ടി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ തക്കാളി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം, അല്ലാതെ ചെറുതായി അരിഞ്ഞും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മിക്സിക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം എടുത്ത് തന്നെ വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. കാരണം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് ചേർത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു കൊഴുത്ത ചാറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം. ആ മസാലയൊക്കെ അത് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി അത് ഒന്ന് തിളയ്ക്കുമ്പോൾ ആ ചാറ് ഇച്ചിരി കൂടെ ഒന്ന് ഇതായിട്ട് വരും. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണവും ഒക്കെയാണ് ഈ കറിക്ക്. അപ്പം അതിന് ശേഷം നല്ലതാണ്ട് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പലരും പശുവും പാലൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നമ്മുടെ കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതായി വരുമ്പോൾ അതിനകത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. നമ്മുടെയൊക്കെ പറമ്പിൽ കാണുന്നതാണത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കൊഴുത്ത ചാറോട് കൂടിയ നല്ല കാശ്മീരി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് ലേശം കുറവുണ്ട്. ഞാനൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരുപാട് നേരം അത്
തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിനകത്തോട്ട് കുറച്ച് കസൂരി മേത്തി കയ്യിൽ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്